Hi all, welcome to another video on the syntax analysis phase of a compiler. In this video, I will explain about what is ambiguity or ambiguous grammar. In the previous videos, I have explained what is context-free grammar, what is the application of context-free grammar in the syntax analysis phase of a compiler. So when we have discussed about the types of parsers, there are three different types of parsers: universal parser, top-down parser, bottom-up parser. So in case of the universal parser, it can make the parsing operation on any type of grammars, that is whether it is an ambiguous grammar or it is a complex structured grammar. And in all these cases, we can use that universal parser. But the other cases, that means when it is coming to top-down parser, the top-down parsing is not suitable for that ambiguous grammar. So you have to understand what is an ambiguous grammar. Ambiguous grammar or ambiguity means a grammar that produces more than one leftmost derivation or more than one rightmost derivation for the same sentence or string. അതായത് ഒരു ഗ്രാമർ തന്നതിന് ശേഷം നമ്മളോട് ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറയും. അങ്ങനെ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ഒരേ സ്ട്രിങ്ങിന് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ ഉണ്ടെങ്കിൽ ആ ഗ്രാമർ ambiguous ഗ്രാമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി why it is known as ambiguous grammar? ഇത് സിൻടാക്സ് അനാലിസിസ് ഫേസിൽ പാഴ്സർ അല്ലെങ്കിൽ സിൻടാക്സ് അനലൈസർ ഒരു ഡിസിഷൻ എടുക്കണം. ഏത് പ്രൊഡക്ഷൻ ബോഡിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സിൻടാക്സ് അനാലിസിസ് ഫേസിന് ക്ലാരിറ്റി ഇല്ലാണ്ട് വരും, അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസ് ഫേസിന് ഓപ്പറേഷന് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ambiguous grammar എന്ന് പറയാൻ കാരണം. That is, if there is more than one leftmost derivation, then there will be more than one rightmost derivation. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ്മോസ്റ്റ് ഡെറിവേഷനെ കുറിച്ച് റൈറ്റ്മോസ്റ്റ് ഡെറിവേഷനെ കുറിച്ചും പഠിച്ചതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ്മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടെങ്കിൽ അതിന് എക്വിവലന്റ് ആയിട്ട് ഉറപ്പായിട്ടും അവിടെ ഒന്നിൽ കൂടുതൽ റൈറ്റ്മോസ്റ്റ് ഡെറിവേഷനും ആ സെയിം സ്ട്രിങ്ങിന് ആ ഗ്രാമറിൽ ഉണ്ടാവും. സോ വി നീഡ് ടു ചെക്ക് എയ്തർ വൺ. അതായത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ്മോസ്റ്റ് ഡെറിവേഷൻ ഒന്നിൽ കൂടുതലുണ്ടോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം നമുക്ക് ആ ഗ്രാമർ ambiguous ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. So I'll explain the ambiguous grammar checking by using an example grammar. So here you can consider that a grammar specification E defines E plus E or E star E or parenthesis D or ID. The same grammar specification we have seen with the previous videos. So the same grammar specification is used for checking whether the grammar is ambiguous or not. So check whether the grammar is ambiguous or not using the input string id plus id star id. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രാമറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഗ്രാമറിൽ നിന്ന് ഈ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഡിഫറെൻറ്റ് ഡെറിവേഷൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഒരു റൈറ്റ് മോസ്റ്റിനെ അല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. അത് നമ്മൾ ഇക്ക് ഫസ്റ്റ് കൊടുത്ത ഡെഫിനിഷൻ ഇ പ്ലസ് സി കൊടുത്തു. അതിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇക്ക് നമ്മൾ ഐ ഡി എന്ന് കൊടുത്തു. ഇനി തേർഡ് ഡെറിവേഷൻ സീക്വൻസിൽ സെക്കൻഡ് ഇക്കാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇക്ക് ഇ സ്റ്റാർ ഇ കൊടുത്തു. ദെൻ ഐ ഹാവ് അപ്ലൈഡ് ദാറ്റ് id for that second e, then finally id for that last e. So we got the string id plus id star id using the leftmost derivation in one way. Again check whether the grammar is producing another leftmost derivation for the same string. So here the second derivation, you can also see that in this derivation also we have started with that e, then taken the definition E star E. Instead of E plus C, I have taken that E star. So after that, the leftmost derivation, in case of the leftmost derivation, നമ്മൾ ഫസ്റ്റ് ഇക്കാണ് ഇവിടുത്തെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇക്ക് ഇ പ്ലസ് ഇ എന്ന ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ അത് ഇ പ്ലസ് ഇ സ്റ്റാർ ഇ എന്നായി. ദെൻ നെക്സ്റ്റ് സീക്വൻസിൽ വരുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഇക്ക്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലായ ഇക്ക് നമ്മൾ ഐ ഡി എന്ന് അപ്ലൈ ചെയ്തു.
അതിൻ്റെ അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ഐ ഡി അപ്ലൈ ചെയ്തു. ദെൻ ഫൈനലി ദ ലാസ്റ്റ് നോൺ ടെർമിനൽ നമ്മൾ ഐ ഡി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ഇൻപുട്ട് സ്ട്രിങ് നമുക്ക് കിട്ടി ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ സെയിം സ്ട്രിങ്ങിന് ആ ഗ്രാമറിൽ നിന്നുണ്ടാകേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഗ്രാമറിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാമേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് അംബിഗസ് ഗ്രാമർ. സോ ഫോർ ദ എബോവ് സ്ട്രിങ് ഗ്രാമർ പ്രൊഡ്യൂസസ് മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, സോ ദ ഗ്രാമർ ഈസ് അംബിഗസ്. ഇങ്ങനെ നമ്മൾ ഫൈനൽ ഒരു ആൻസറും കൂടി എഴുതിയെങ്കിൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ ഗ്രാമർ ഈസ് അംബിഗസ് ഓർ നോട്ട് എന്നായിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് സ്ട്രിങ് എടുക്കാം. എല്ലാം ഇൻപുട്ട് സ്ട്രിങ്ങും കൺസിഡർ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഇൻപുട്ട് സ്ട്രിങ് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിൽ ചിലപ്പോൾ ഒരു ഡെറിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം വേറൊരു ഓൾട്ടർനേറ്റീവ് സ്ട്രിങ് കൂടെ നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് അംബിഗിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇനി അംബിഗിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ നമുക്ക് നടത്താം. ഈ രീതിയിൽ പ്രീവിയസ് ആ രണ്ട് ഡെറിവേഷൻ്റെ പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ കൺസ്ട്രക്ഷനോ നമുക്ക് പെർഫോം ചെയ്യാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീയോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീയോ ഉണ്ടെങ്കിലും നമുക്ക് ആ ഗ്രാമറിനെ അംബിഗസ് ഗ്രാമർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അതിനകത്ത് വാട്ട് ഇസ് ദ ജനറൽ അപ്രോച്ച് ടു ചെക്ക് ഗ്രാമർ അംബിഗ്വിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് ട്രൈ ടു ഫൈൻഡ് എ സ്ട്രിങ് ഫ്രം ദ ലാംഗ്വേജ് ഓഫ് ഗ്രാമർ ആൻഡ് ചെക്ക് വെദർ ദർ ഈസ് മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഫോർ ദ സെയിം സ്ട്രിങ്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് ചൂസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ ഉണ്ടോ എന്ന് നോക്കുക. ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സച്ച് സ്ട്രിങ് ദെൻ ദ ഗ്രാമർ ഈസ് അംബിഗസ്, അതർവൈസ് ദ ഗ്രാമർ ഈസ് അൺഅംബിഗസ്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, ഒരു അൽഗോറിതമിക് സ്റ്റെപ്പായിട്ട് ഞാനവിടെ സ്പെസിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ തരുന്നു. ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ ഗ്രാമർ ഈസ് അംബിഗസ് ഓർ നോട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് എസിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ സിമ്പിൾ മാത്രമാണ് നോൺ ടെർമിനലായിട്ട് വരുന്നത്. സോ എസ് ഡിഫൈൻസ് എസ്, എസ് ഡിഫൈൻസ് എ, എസ് ഡിഫൈൻസ് ബി. അപ്പോൾ നമുക്ക് ഏത് സ്ട്രിങ് വേണമെങ്കിലും എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് സിംപ്ലി എ ബി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞു കൊടുക്കാം. ഏത് സ്ട്രിങ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു സ്ട്രിങ്ങിനെ എടുത്തു. ആ സ്ട്രിങ് എന്നുള്ളത് W ഈക്വൽ ടു ABBA ആണ്. ഇതൊരു ഡിഫറെൻറ്റ് സ്ട്രിങ് ചൂസ് ചെയ്തു. ഇനി ABBAക്ക് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഞാനിവിടെ തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എസിന് SS എന്നുള്ള ഡെഫിനിഷൻ കൊടുത്തു. ദെൻ ഫസ്റ്റ് എസിന് A എന്ന് അപ്ലൈ ചെയ്തു. സെക്കൻഡ് എസിന് SS എന്ന് അപ്ലൈ ചെയ്തു. ഇത് ഫസ്റ്റ് ദി AI ഇനി എസ് ആണ് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ, അതിന് ഞാൻ SS എന്ന് അപ്ലൈ ചെയ്തു. അടുത്തത് ഈ രണ്ടാമത്തെ എസിന് അതാണ് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ, അപ്പോൾ അതിന് ഞാൻ B എന്ന് അപ്ലൈ ചെയ്തു. ദെൻ ലാസ്റ്റ് ഒരു എസ് ഉണ്ട്, ആ എസിന് SS എന്ന് അപ്ലൈ ചെയ്തു. സോ എഗെയിൻ ഞാൻ തേർഡ് എസിന് B എന്ന് അപ്ലൈ ചെയ്തപ്പം B വരെ നമുക്ക് എത്തി. ഫൈനലി ലാസ്റ്റ് ഒരു എസും കൂടെ ഉണ്ട്, അതിന് എയും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈനൽ ഇൻപുട്ട് സ്ട്രിങ് ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. സിമിലർ വേയിൽ തന്നെ നമുക്ക് ഇനി വേറൊരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും കൂടെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സെയിം സ്ട്രിങ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ അപ്ലൈ ചെയ്തത് ഫസ്റ്റ് എസിന് SS എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലായ എസിന് ഞാൻ 2 S അപ്ലൈ ചെയ്തു. ദെൻ അടുത്തതിൽ ഞാൻ ആ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ തന്നെ പിന്നെ എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ 2 S അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട നമ്പർ ഓഫ് സിമ്പിൾസിൻ്റെ എണ്ണം ഇവിടെ വരുന്നത് ഇൻപുട്ട് സ്ട്രിങ്ങിൽ വരുന്നത് 4 എണ്ണമാണ്. അപ്പോൾ 4 S ഇവിടെ ഓൾറെഡി വന്നു. ഇനി ഓരോന്നായിട്ട് നമുക്ക് എയും ബിയും ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നോൺ ടെർമിനലിന് എ അപ്ലൈ ചെയ്തു. ദെൻ സെക്കൻഡ് വണ്ണിന് ബി അപ്ലൈ ചെയ്തു, അപ്പോൾ AB ആയി. ദെൻ അടുത്തതിന് മൂന്നാമത്തിന് B തന്നെ അപ്ലൈ ചെയ്തു, അപ്പോൾ ABB ആയി. ഫൈനലി ഇൻപുട്ട് സ്ട്രിങ് നമ്മുടെ ABB A എന്നുള്ള ഇൻപുട്ട് സ്ട്രിങ് ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാമർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഫൈനലി നമുക്ക് പറയാൻ പറ്റും for the above input string it produces more than one leftmost derivation, that's why the above grammar is ambiguous എന്ന് പറഞ്ഞ് ഫൈനൽ ഒരു സെൻറ്റൻസും കൂടെ എഴുതി വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അത് സെയിം ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ കൂടെ നടത്തിയതാണ് ഇത്. അപ്പം നമ്മൾ ഡെറിവേഷൻ മാത്രം കാണിച്ചാൽ പോരാ, ജസ്റ്റ് ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ കൂടെ നടത്തിയാൽ നമുക്ക് കുറച്ചും കൂടെ അത് പിക്ചറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, check whether the
grammar is ambiguous or not. The production body S defines A or AB as B or AAB. Then A defines BS or AAB. അതായത് സ്മോൾ ലെറ്റർ എ ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാമർ ഏതെങ്കിലും ഒരു ഇൻപുട്ട് സ്ട്രിങ് കൺസിഡർ ചെയ്തിട്ട് അതിന് ലെഫ്റ്റ് മോസ്റ്റ് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഗ്രാമർ അംബിഗസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദറ്റ് ambiguous grammar. We will see with another topic in the next video. Thank you.